ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ കാണിച്ച നെക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഷോൾഡർ 6.5 ഇഞ്ചും കൈക്കുഴിയിലേക്കുള്ള ഇറക്കം 6.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് ലൈനിങ്ങിലും നല്ല പീസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നെക്ക് വിഡ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 3.25 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത് 5.25 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊരു കർവ് വി ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ചുറ്റിനുമായിട്ട് 1 ഇഞ്ച് വലുപ്പത്തിൽ നമ്മളൊരു സ്റ്റിഫിൻ്റെ പീസ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കഴുത്തിൻ്റെ പുറത്തേക്ക് അടിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത്. ഇനി അടുത്തത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കും നമ്മൾ 3.25 ഇഞ്ച് തന്നെയാണ് വിട്ടെടുത്തിരിക്കുന്നത്. ഇറക്കം 4.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് രണ്ടും സ്റ്റിഫ് കട്ട് ചെയ്തെടുത്ത് തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ കർവ് വി ഷേപ്പ് നമ്മൾ തുണിയിലേക്ക് ഒട്ടിച്ചതിന് ശേഷം അതേ വലുപ്പത്തിൽ തന്നെ പ്ലെയിൻ തുണി, നമ്മുടെ നല്ല പീസിൻ്റെ തുണി ഒരെണ്ണം അതേ അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒട്ടിച്ച പീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പുറത്തു കൂടിയാണ്, അതായത് 1 ഇഞ്ചിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്ന വശത്തു കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിനെ മറിച്ചെടുക്കാനായിട്ട്. മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കർവ് വി ഷേപ്പിൽ തന്നെ നമുക്ക് ഈ മറിച്ചിട്ട പീസിനെ കിട്ടും. ഈ ഒരു പീസാണ് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ പോർഷനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ? അത് വെച്ച് കൊടുക്കുന്നത് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, സാധാരണ ചെയ്യാറ് നമ്മൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്കാണ് നമ്മൾ കഴുത്ത് വയ്ക്കാറ്. എന്നാൽ ഈ ഒരു പാറ്റേണിന് നമ്മൾ ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ വശത്തുകൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളത് ഫ്രണ്ടിലേക്കാണ് മറിച്ചിടുന്നത്. അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞ് കട്ടിങ്ങുകൾ ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ കട്ടിങ്ങുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിനെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് വരുമല്ലോ, ആ ഒരു തയ്യൽ തുമ്പിൻ്റെ പോർഷൻ നമ്മൾ നല്ല പീസയിലേക്ക് തന്നെ, അതായത് ബോഡി പാർട്ടിലേക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ടോ, ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് തള്ളി നിൽക്കുന്നത് പോലെ കണ്ടോ, അത് ഇത്തിരി കയറ്റി അടിക്കുകയാണെങ്കിൽ ഒരു പൈപ്പിങ് പോലെ വരും. അതല്ല നമുക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ, അത് ലൈനിങ് കാണണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ പീസിനെ വിടർത്തി വെച്ചിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പ് ബോഡി പാർട്ടിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നീറ്റായിട്ട് ആ കഴുത്തിൻ്റെ ഭാഗം കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടതിന് ശേഷം ഇനി ആ ഒരു കർവ് വി ഷേപ്പിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ലേസ് വെച്ചതിന് ശേഷമാണ് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്കും ഓൾറെഡി ലൈസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയ്യോ അത് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ അഴിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ അതിങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കാണിച്ചത് കേട്ടോ. ഓൾറെഡി കഴുത്തിൻ്റെ ഭാഗം വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പോർഷൻ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം ഫിനിഷിംഗ് ആയി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി സ്ലീവ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. സ്ലീവിൻ്റെ പോർഷനിൽ നമ്മൾ 2 ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേ ലേസ് തന്നെ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ പോർഷനിൽ 2 സൈഡിലെ സ്ലിറ്റിൻ്റെ പോർഷനിൽ ഈ ഒരു ലേസ് വെച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സെൽഫ് കളർ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത് കോൺട്രാസ്റ്റ് ആയതിനേക്കാൾ ഭംഗി സെൽഫ് കളർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്